പ്രവീൺ, നാളെ മണ്ഡലകാലം തുടങ്ങുമ്പോൾ 70,000 പേർക്ക് വെർച്വൽ ബുക്കിംഗും 10,000 പേർക്ക് ഓൺലൈൻ തത്സമയ സ്പോട്ട് ബുക്കിംഗുമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഓൺലൈനിൽ നാളെ സ്ലോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദനീയമാണ്. പക്ഷേ പരമാവധി സേഫായിട്ടുള്ളത് നിങ്ങൾ വെർച്വൽ ബുക്കിംഗ് നടത്തി, ഡിജിറ്റൽ ബുക്കിംഗ് നടത്തി തന്നെ നിങ്ങൾ ദർശനം നടത്താൻ പോവുക. അതല്ലെങ്കിൽ ഒരുപാട് സമയം ക്യൂവിൽ നിന്ന് വലയേണ്ടി വരും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുന്നുണ്ട് ശബരിമലയിൽ സന്നിധാനത്ത് നിന്നും. പ്രവീൺ, സ്വാമി ശരണം, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് സന്നിധാനത്തെ വിശേഷങ്ങൾ? സ്വാമി ശരണം അരുൺ, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശബരിമല ക്ഷേത്രനട തുറക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമാകാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്താണ്. നമുക്ക് കാണാം സന്നിധാനത്ത് ഭക്തരെ വരവേൽക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് നട തുറക്കുന്നതോടുകൂടി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം ആവുകയാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത് 18-ാം പടിയിൽ കൂടി ഭക്തരെ കയറ്റുന്ന ആ സമയം അതിന് ദൈർഘ്യം കൂടുന്നു എന്നുള്ളതായിരുന്നു. അതിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടിയത് അനുഭവ സമ്പത്തില്ലാത്ത അല്ലെങ്കിൽ പരിചയസമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഈ 18-ാം പടിയിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് ഇക്കുറി ഏതായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുഭവ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമായിരിക്കും ഇപ്പോൾ 18-ാം പടിയിൽ ഡ്യൂട്ടിക്ക് ഇടുക. കാരണം 1 മിനിറ്റിനുള്ളിൽ നിശ്ചിത ആളുകൾ, നിശ്ചിത ഭക്തരെ കയറ്റിവിടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ തിരക്ക് കുറയുന്നൊരവസ്ഥയിലേക്ക് സന്നിധാനം പോകൂ. അതുകൊണ്ട് തന്നെ 18-ാം പടിയിൽ കൂടി 1 മിനിറ്റിൽ ുണ്ട്. അവരെ അതിന് സഹായിക്കുന്നത് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. മറ്റൊരു കാഴ്ചയുള്ളത്, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത് ഈ സന്നിധാനത്തിന് സമീപം തന്നെയുള്ള ക്യൂ കോംപ്ലക്സുകളിൽ അവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മഴയും വെയിലും ഒക്കെ കൊണ്ട് ഭക്തർക്ക് അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ അവിടെ മേൽക്കൂരയൊക്കെ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇനിയും ഭക്തർക്ക് വെയിലും മഴയും ഒന്നും കൊള്ളാതെ തന്നെ അവർക്ക് ദർശനം നടത്താനുള്ളൊരവസരമാണ് ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ സോപാനത്തിലേക്ക്. നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും. 3-4 മണിക്കൂറിൽ കൂടുതലൊക്കെ ഇവിടെ ഭക്തർക്ക് വെയിലൊക്കെ ഏറ്റു നിൽക്കേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മേൽക്കൂരയൊക്കെ തയ്യാറാക്കി ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്ന ജോലികളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം മാത്രമേ പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടൂ. ഇന്നിപ്പോൾ 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. നാളെ മുതൽ 70,000 പേർ വെർച്വൽ ക്യൂ സംവിധാനം വഴിയും ഒപ്പം തന്നെ തത്സമയ ബുക്കിംഗ്, ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് എന്നുള്ള പേര് അവർ മാറ്റിയത് തത്സമയ ബുക്കിംഗ് എന്നാക്കിയിട്ടുണ്ട്. അതിൽ 10,000 പേർക്കുമായിരിക്കും അവസരമുണ്ടാക്കും. അങ്ങനെ 3 പോയിന്റുകളിൽ ഈ തത്സമയ ബുക്കിങ്ങിനുള്ള അവസരം ഉണ്ട്. ഏതായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായതായാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ. ഓക്കെ പ്രവീൺ, കാലാവസ്ഥ എങ്ങനെയാണ് സന്നിധാനത്ത്? ഇന്നലെ മഴ പെയ്തോ കാര്യമായി? ഇന്നലെ ശബരിമലയിലും ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ വനമേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമുക്കത് ആ മഞ്ഞൊക്കെ വേണമെങ്കിൽ കാണിക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഭക്തി മാത്രമല്ല, പ്രകൃതി മനോഹാരിതയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ആ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഈ പുലർക്കാലത്ത് പുലർച്ചെ മുതൽ തന്നെ ഉണ്ട്. കോടമഞ്ഞ് ഈ സമയമായിട്ടും ഇപ്പോൾ സമയം 8:40 ആകുന്നു. ആ സമയമായിട്ട് പോലും മഞ്ഞ് പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ഈ ചുറ്റും ശബരിമല ക്ഷേത്രത്തിന് ചുറ്റും ഈ മഞ്ഞ് ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇത് ഏകദേശം ഒരു 10 മണി വരെ ഇവിടെ കാണും. അതായത് മഴയില്ല, ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ശബരിമല പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ശക്തമായി പെയ്യാറുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ അങ്ങനെ മേഘങ്ങളൊന്നുമില്ല, നല്ല കാലാവസ്ഥ. ദർശനം കിട്ടട്ടെ എല്ലാ ഭക്തജനങ്ങൾക്കും. ഒരു പ്രതിസന്ധിയുമില്ല, നല്ല കാലാവസ്ഥയാണെന്ന് പ്രവീൺ പറയുന്നു. ഭക്തജനങ്ങളെല്ലാം മണ്ഡലകാലത്തേക്ക് വേണ്ടി മാലയിട്ട് നോറ്റിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇത്തവണ നല്ല ഗംഭീരമായ ഒരു ദർശനം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക കൂടി ചെയ്യുന്നു. പ്രവീൺ പുരുഷോത്തമൻ നമ്മുടെ വാർത്താ സംഘവും സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പ്രേക്ഷകർക്കൊപ്പം ചേരുകയും ചെയ്യും. നമ്മുടെ